നാടകം ഉയിരായ അപ്പൻ S.J. ദേവിന്റെ അതേ പാതയിൽ പതിയെ നടന്നു തുടങ്ങിയ ചേർത്തലക്കാരൻ. കർട്ടന്റെ മുന്നിലും പിന്നിലും രാപ്പകൽ ഭേദമന്യേ പല റോളുകളിൽ പണിയെടുത്ത ആ കുട്ടി നാടക പ്രണയി പതുക്കെ പതുക്കെ നാടകരംഗത്തെ സൂപ്പർ താരമായില്ലെങ്കിൽ എന്താണ് അത്ഭുതം. ഒരു നാടകവണ്ടിയുടെ മുൻ സീറ്റിലിരുന്ന് തന്റെ ചേർത്തല ജൂബിലി തിയേറ്റേഴ്സിന്റെ ജീവാത്മാവും പരമാത്മാവുമായ ആ മനുഷ്യൻ നടത്തിയ പരശതം നാടകയാത്രകൾക്കൊടുവിൽ നാടകരംഗത്ത് അദ്ദേഹത്തെ സൂപ്പർ താരമാക്കിയ ഒരു കഥാപാത്രം പിറന്നു വീണു. കാട്ടുകുതിര. മലയാള സിനിമയിലെ വില്ലൻ നിരയിലെ രാജൻ പി ദേവ് യുഗത്തിന് പിറവി നൽകിയ കാർലോസിലേക്കുള്ള കാസ്റ്റിംഗ് കൂടിയായിരുന്നു കാട്ടുകുതിരയിൽ സംഭവിച്ചത്. ക്രൂരരും രസികനുമായ വില്ലൻ ടെംപ്ലേറ്റുകളുടെ എക്കാലത്തെയും ടെക്സ്റ്റ് ബുക്കായ കാർലോസിൽ നിന്നും സ്വഭാവ നടനും സഹനടനും ടൈറ്റിൽ ക്യാരക്ടറുകളുമൊക്കെയായി കരിയർ മിനുക്കുമ്പോഴും കാലം കൈയടിക്കുക തന്നെയായിരുന്നു അഭിനയ ശൈലിയിലെ ആ രാജപ്രഭാവത്തിൽ. കഥാപാത്ര വൈവിധ്യങ്ങളിലൂടെ 2 പതിറ്റാണ്ടുകാലം ദക്ഷിണേന്ത്യൻ സിനിമയിൽ നിറഞ്ഞു നിന്ന പ്രതിഭാധനൻ. മണിമല വക്കച്ചനും അനിയൻ ബാവയും IG രാജൻ ഫെലിക്സും തൊമ്മനും പാമ്പ് ചാക്കോച്ചനുമെല്ലാമായി മലയാളികളുടെ ഹൃദയത്തിൽ എക്കാലത്തും ഇടം നേടിയ ഒരാൾ. ഓർമ്മയിലെന്നും രാജൻ പി ദേവ്. ചരാചരങ്ങളുടെ സൗഖ്യത്തിനായി പൂജയും പ്രാർത്ഥനയുമായി കഴിയുന്ന ഒരു എളിയവൻ. പ്രേമേന്ദ്രന്റെ പേരുള്ള പശക നീ പുറത്തെടുത്താലുണ്ടല്ലോ, കനലൂതിക്കോ, കൈവെള്ളയിലിട്ട് പ്രാച്ചിത്തം ചെയ്യ. നീ ഇത് കണ്ടോ? നമ്മുടെ വീടിന്റെ ആധാര അസ്ഥികൂടത്തിന്റെ പടം എല്ലാരും വരച്ചോണ്ട് വന്നിട്ടുണ്ടോ? കാണിച്ചോ? മലയാളം മതി. രാവിലെ ഇംഗ്ലീഷ് ചീത്ത വിളിച്ച് നാ കൊടുക്കേണ്ട കൊച്ചനെ. നിർത്താടി കൊച്ചെ, സുഖം പിടിച്ചു വരുമ്പോഴാ പട്ടി ഒരു എടാ നിന്റെയൊക്കെ തലവട്ടം കണ്ടപ്പോഴേ എനിക്ക് കഷ്ടകാലം തുടങ്ങിയല്ലോ. കയ്യും കാലം തളർന്നുപോയി, അല്ലെങ്കിൽ പേപ്പട്ടിയെ കൊല്ലണമാതിരി അവനെ ഞാൻ തല്ലി കൊന്നേനെ. ഈ തുറയിലെ പുരുഷനും സ്ത്രീയുമല്ലാത്ത നപുംസക ജന്മം കടലമ്മ കാണുന്ന അപശകനും അവനാണ്. താങ്ക്സ്. ഓർമ്മയിലെന്നും